ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഹെൽത്തിയായി ഹാപ്പിയായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഞങ്ങൾക്ക് തന്നെയാണേലും കുറേ നാളായിട്ട് പനിയും ജലദോഷവും ഒക്കെ ആയിട്ടിരുന്ന് അങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ കുറച്ച് ഗ്യാപ്പ് വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നമ്മളുടെ വിശേഷങ്ങളും അതുപോലെ ഒരു അടിപൊളി മട്ടൻ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കുറച്ച് വെള്ളക്കാന്താരിയുടെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗ്രേസി ആൻറ്റിയുടെ അടുത്ത് പോയപ്പം അവിടെ ഒരു കാന്താരി വെക്കുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആൻറ്റിയോട് ചോദിച്ചപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ വിത്തുണ്ടായിരുന്നു. അങ്ങനെ അത് കൊണ്ടുവന്ന് ഞാൻ പാകിയതാണ്. ഏതൊക്കെയല്ലോ അത് മുളച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഇവിടെ നിന്നൊരു പാവയ്ക്ക വാങ്ങിയപ്പം അതിൻ്റെ വിത്ത് ഞാൻ ചുമ്മാ ഇട്ട് നോക്കിയതാണ്. പക്ഷേ അത് മുളച്ചിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയത്തില്ല, എന്തായാലും നോക്കാം. പിന്നെ തക്കാളിയാണ് അപ്പുറത്ത് കുറച്ച് വലുതായിട്ടാണ് വളർന്നു നിൽക്കുന്നത്. അതും എനിക്കറിയില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇത് തണുപ്പായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വളരുന്നുണ്ട്. കുറച്ചും കൂടെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ചൂടെല്ലാം കൂടെ തുടങ്ങുമ്പം ഇതെല്ലാം കൂടെ പോകുന്നതന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഏതൊക്കെയായാലും അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് പരിചരിക്കുന്നുണ്ട്. വെള്ളവും പിന്നെ എപ്പോഴെങ്കിലും കഞ്ഞിവെള്ളമൊക്കെ മിച്ചം വരികയാണെങ്കിൽ അത് ഒരു ദിവസം അങ്ങനെ വെച്ച് അടുത്ത ദിവസം കൊണ്ടുപോയി ഒഴിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. പോകുന്നിടത്തോളം പോട്ടെ. പിന്നെ രാവിലെ എഴുന്നേറ്റപാടെ ആദ്യം ഞാൻ ചെയ്യുന്നത്, ഇതിപ്പം കുറേ കാലമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു സംഭവം. ഇത് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്, എത്രത്തോളം ഹെൽത്തി അതൊന്നും എനിക്കറിയില്ല. എങ്കിലും നമ്മുടെ ചൂടുവെള്ളത്തിൽ നാരങ്ങയും തേനും കൂടി ഒഴിച്ചിട്ട് മിക്സാക്കി കഴിക്കില്ല. ഇത് ഞാൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു കൊറോണയ്ക്കൊക്കെ മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴും അത്യാവശ്യം സമയം കിട്ടുന്ന എല്ലാ മോർണിംഗും ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അതും കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ എന്നതാണേലും എൻ്റെ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളുടെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണല്ലോ, നമ്മളുടെ മനസ്സിന് എന്ത് സന്തോഷം തരുന്നോ ആ സംഭവം നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ ഇതിപ്പം ഞാൻ നാരങ്ങയും തേനും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സാക്കി അത് വെള്ളം എഴുന്നേൽക്കുന്ന പാടെ ഏതൊക്കെയായാലും എല്ലാ ദിവസവും ഇപ്പം ഞാനത് ഫോളോ ചെയ്യാറുണ്ട്. അത് കുടിക്കാനായിട്ട് റെഡിയാക്കി വെക്കുക. പിന്നെ അന്നേരം തന്നെ ഞാൻ സിയ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കാനുള്ള പാലും എല്ലാം തിളപ്പിച്ച് വെക്കും. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സിയയ്ക്ക് പാലിനെക്കാട്ടിലും ചായ വേണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് പിള്ളേർക്ക് ശരിക്കും 10 വയസ്സ് വരെ ചായ കാപ്പിയൊന്നും കൊടുക്കരുതെന്ന് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞായിരുന്നു. അന്നേരം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഹോർലിക്സ് എടുത്തിട്ട് ഹോർലിക്സ് പൊടിയും പനങ്കൽക്കണ്ടവും ഇല്ലേ, അത് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ മിക്സാക്കി എന്നിട്ട് ചായ നമ്മൾ അടിക്കൂലേ അതുപോലെ നല്ല അടിച്ച് ആറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ അത് ചായ എന്നും പറഞ്ഞ് അവൾ കുടിച്ചോളൂ. അപ്പോൾ അങ്ങനെ അവളിപ്പം പാല് കുടിപ്പിക്കുന്നത്. ചില ദിവസം ചോദിക്കും പാല് വേണമെന്ന്, അല്ലെന്നാണെങ്കിൽ ഇതുപോലെ ചായ എന്നും പറഞ്ഞുകൊണ്ട്, അതായത് നമ്മൾ ചായ കുടിക്കുന്ന ബേസിക്കായിട്ട് അവൾ കാണുന്നുണ്ടല്ലോ, ആ കാണുമ്പം അതിൻ്റെ ആഗ്രഹത്താൽ ചോദിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു ചായയാണ് ഞാനിപ്പോൾ അവൾക്ക് കൊടുക്കുന്നത്. ഞാൻ പിന്നെ കുറച്ച് ചെടികൾ നമ്മളുടെ ബെഡിൻ്റെ സൈഡിലുള്ള വിൻഡോയിൽ വെച്ചിട്ടുണ്ട്. ആ വിൻഡോ ഓപ്പൺ ആക്കണമെങ്കിൽ ആദ്യം കുറച്ച് എണീക്കണം. അപ്പോൾ പിന്നെ ഞാൻ അവൾ എഴുന്നേക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അതിന് ശേഷമാണ് അതിൽ വെള്ളം ഒഴിക്കുന്നത്. ഇതിപ്പം ഞാൻ പറഞ്ഞാൽ തലേന്നത്തെ കഞ്ഞിവെള്ളം അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് പിന്നെയും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒന്നാവുമ്പം അതിനൊരു എന്തെങ്കിലും ഒരു പോഷകാംശം ചെല്ലുമല്ലോ. അല്ല പ്രത്യേകിച്ച് വളം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ നാട്ടിലെ പോലെ ഇതൊന്നും നമുക്കിവിടെ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കറിവേപ്പ് ഇതിനു മുന്നേ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറേ കരിഞ്ഞുപോയി. പിന്നെ അത് കഴിഞ്ഞ് 1 മുതൽ വെള്ളം ഒഴിച്ച് അതിനൊന്ന് വളർത്തിയെടുത്ത് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇപ്പം മോശമില്ലാതെ നിൽക്കുന്നത്. പിന്നെ ഇതിപ്പം സിയയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഈ ചോക്കോസ് പോലത്തേത് പാലിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം ആദ്യം ആ പാലെടുത്ത് വെച്ചില്ലായിരുന്നു, അതിൻ്റെ അകത്തുനിന്ന് കുറച്ച്
പാലും ഈ ചോക്കോസ് ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ കൊടുക്കുക. ഇത് കൊടുത്താൽ തന്നെ ഏതാണ്ടൊരു ഉച്ച വരെയുള്ള സമയം കൊണ്ട് കുറേശ്ശെ തിന്ന് അങ്ങനെയൊക്കെ തിന്നുള്ളൂ. ഇനിയിപ്പം ഞാനൊരു അടിപൊളി റെസിപ്പി കാണിച്ചു തരാവേ. ഇതിപ്പം ഞാൻ ആദ്യം തന്നെ ഒരു 1.5 വെളുത്തുള്ളിയുണ്ട്, പിന്നെ അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും കൂടെ നന്നായിട്ട് ക്ലീനാക്കി മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാനിതിപ്പം അരച്ചെടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു കുക്കർ ഞാനിവിടെ തീയ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് മട്ടനായിട്ട് കൊടുക്കുന്നത്. ഇതൊരു 1/2 കിലോ മട്ടനേ ഉള്ളൂ. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ അരച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത്, ഇത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് കല്ലിൽ ഇടിച്ചെടുക്കുകയാണെങ്കിൽ അതാണേലും മതിയേ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും, പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് മട്ടൻ മസാല ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഗരം മസാല ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം മട്ടൻ മസാല ഉള്ളത് കൊണ്ട് അതിട്ട് കൊടുത്തു. എന്നിട്ട് 2 ബേ ലീഫും കൂടി ഇട്ട് കൈ കൊണ്ട് ആദ്യം ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ആ മസാല ആവുന്നത് പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആ കുക്കറിൻ്റെ അടി പിടിക്കാതിരിക്കാൻ മാത്രം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ വെള്ളം ഒന്ന് അത്യാവശ്യം ഒന്ന് സ്പ്രെഡാക്കി മിക്സാക്കി ഇട്ടിട്ട് ഇതിനി അടച്ച് വെച്ചിട്ട് വേകുന്നത് വരെ ഒന്ന് ഒരു ഞാനിവിടെ ഇപ്പോൾ ഒരു 7-8 വിസിലോളം ആക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് സവോള ഞാനിവിടെ 1/2 കിലോയ്ക്ക് തന്നെ 5 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി അങ്ങ് ഗ്രേവി പോലെ വേണ്ട, ഗ്രേവി എന്ന് പറഞ്ഞാൽ മസാല വേണ്ടെന്നാണെങ്കിൽ ഇത്രയും സവോള എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 3 എണ്ണം ആണെങ്കിലും എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നതിൽ 2 എണ്ണം ചെറിയ സവോളയാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ 5 എണ്ണം എടുത്ത്. പിന്നെ കുറച്ച് മസാല ഉണ്ടെങ്കിലല്ലേ നമുക്ക് കഴിക്കുമ്പം, ഇപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒന്ന് മിക്സാക്കി കഴിക്കുമ്പം കുറച്ചുണ്ടാവുള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും സവോള എടുത്തത്. എന്നിട്ട് സവോളയൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അന്നേരത്തേക്കും കുക്കറിൽ മട്ടൻ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇത്ര എണ്ണ വേണ്ട, കുറച്ച് എണ്ണ കുറവ് മതി. നമ്മളുടെ ഫുഡിൻ്റെ ഉപയോഗത്തിൽ നിന്നാണെങ്കിൽ അതിനനുസരിച്ച് എണ്ണ കുറയ്ക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. സവോള അത്യാവശ്യം നന്നായിട്ട് വഴലണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ആ എണ്ണയ്ക്കകത്ത് സവോളയെല്ലാം കിടന്ന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പിങ്ക് ഷെയ്ഡ് മാറി ഒരു ട്രാൻസ്ലൂസൻറ്റ് കളറാവൂലേ, അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അഥവാ ഇനി വേണമെന്നാണെങ്കിൽ ഉപ്പിട്ട് ചേർത്തിട്ട് വഴറ്റാം. ഞാനിവിടെ ഉപ്പ് ചേർത്തല്ല വഴറ്റുന്നത്. ഇതിൻ്റെ അകത്തോട്ട് ഒരു 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിക്ക് പകരമായിട്ട് ഞാനിവിടെ വെളുത്തുള്ളി മാത്രം ഒരു 5-6 അല്ലി എടുത്തിട്ട് ചതച്ച് ഈ വെളുത്തുള്ളിയാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഓൾറെഡി നമ്മൾ കുക്കറിൻ്റെ അകത്ത് മട്ടൻ വേവിച്ചപ്പോഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെളുത്തുള്ളി മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ, അതായത് സവോള വഴണ്ട് വന്നതിൻ്റെ ഒപ്പം വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇനി തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുള്ളത്. ഇത് പുളി ഇല്ലാത്ത തക്കാളിയാണ്, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. പുളിയുള്ള തക്കാളിയാണെന്നാണെങ്കിൽ അത് വേണേൽ 2-1 1/2 എടുത്താലും മതി. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട്, അതായത് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം, ആ പരുവത്തിൽ ഇത് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. മസാലയായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇവിടെ മട്ടൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്തോ. പിന്നെ മുളക് പൊടി കുറച്ച് ചേർക്കുക, കാരണം കൂടുതലും ഞാൻ ഇതിൻ്റെ അകത്ത് പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് മുളക് പൊടി കുറവ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി ഏതാണ്ട് ആ മസാലയുടെ പച്ചവാസന മാറിയെന്ന് കാണുമ്പോഴത്തേക്കും കുക്കറ് തുറന്നിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ആ അതായത് മട്ടൻ പീസ് ഇടണ്ട, പകരം അതിൻ്റെ അകത്തെ ആ വെള്ളം മാത്രം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് ആ മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മിക്സ് ആവണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊടി ഡയറക്റ്റായിട്ട് കൊടുത്ത് ചിലപ്പോൾ പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പിടിക്കുക എന്നുള്ളൊരു പേടിയൊക്കെ ഇല്ലേ. അപ്പം പച്ചവെള്ളമോ ചൂടുവെള്ളമോ ഒഴിക്കുന്നതിന് പകരം ആ മട്ടൻ്റെ തന്നെ ഗ്രേവി ഒന്ന് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണെങ്കിൽ അത് ആ മട്ടൻ്റെ ടേസ്റ്റും എല്ലാം മൊത്തത്തിൽ ആ മസാലയ്ക്ക് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്.
എന്നിട്ട് ഒരു പിടി മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഒരു 2-3 പച്ചമുളകും കൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സായി വരണം. ഇതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനൊരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതുവരെ നമ്മൾ മട്ടൻ്റെ പീസ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്ന ശേഷമാണ് മട്ടൻ്റെ പീസ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ച് ഉപ്പും കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് വേവിച്ച് വെച്ച് മട്ടൻ്റെ പീസ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ആവശ്യമെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ ഇനിയിപ്പം ഞാനിവിടെ എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. കുറച്ചുകൂടെ എരിവൊക്കെ വേണമെന്നാണെങ്കിൽ മുളക് പൊടിയോ മസാലപ്പൊടി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സായി ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. അത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്ന് പുറത്ത് പോയായിരുന്നു. അന്നേരം എടുത്ത കുറച്ച് വീഡിയോസാണ്. ഇതിപ്പം ഞാനും സിയും കൂടെ മോളിലേക്കാണ് പോയത്. എനിക്ക് കുറച്ച് സാധനങ്ങൾ ബ്രാൻഡ് ഫോർലെസ്സിൽ നോക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പക്ഷേ പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കിഡ്സിന് കളിക്കാൻ വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് ഏരിയ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവളെ അവിടെ കൊണ്ട് ഇരുത്തുവാണെങ്കിൽ കുറച്ച് നേരം അവിടെ വേറെ പിള്ളേരും ഉണ്ടാവും, ഇവക്കും കുറച്ച് നേരം അതിൻ്റെ അകത്തിരുന്ന് കളിക്കാം. അതൊക്കെ ഒരു ഉദ്ദേശം. പിന്നെ സൈഡിൽ നമുക്ക് ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്കും പിള്ളേരെ എവിടെ ഇരുത്തും എന്നുള്ളൊരു ടെൻഷനും ഇല്ല. അങ്ങനെ ഒരാൾ പോകുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ പോകുമ്പോഴാണ് ജെയിംസ് കൊച്ചിൻ്റെ അടുത്തിരിക്കും, ജെയിംസ് പോകുമ്പം ഞാൻ കൊച്ചിൻ്റെ അടുത്തിരിക്കും. അങ്ങനെ ഇരിക്കുകയാണെങ്കിലും പിള്ളേർക്കും എൻഗേജ്മെൻ്റായി നമുക്കും അത്യാവശ്യം പോയി എല്ലാം നോക്കാം. അങ്ങനെ അപ്പം ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസിനെ കുറിച്ചുള്ള കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നാണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പം അതിനനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.